ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു വിരുന്ന് സൽക്കാരത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. അതിൻ്റെ മൂത്താപ്പാൻ്റെ മോൻ ഇവിടെ സറാറയിൽ സെറ്റിൽഡ് ആണ് കേട്ടോ. അവിടെ നമുക്ക് അടിപൊളി കിടിലൻ പാർട്ടി നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നാട്ടിലാണ് ഇതുപോലെ കൂടുക. അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്തോ. കൂടെ നിങ്ങൾ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത മറന്ന് വീഡിയോസ് എല്ലാം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. കാര്യം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയോ ഐറ്റംസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ നമ്മളെ ബ്രദറിൻ്റെ വൈഫ് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ മാഷാ അല്ലാഹ് അടിപൊളിയാണ് കേട്ടോ. എല്ലാ ഐറ്റംസ് ഫുഡും റെഡിയാക്കും. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കിച്ചണിൽ. പിന്നെ നമ്മളെ ഫിഷ് ഉണ്ട് കേട്ടോ. അതുപോലെ വലിയൊരു ഫിഷ് ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. അത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് നമ്മൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് സംസാരിച്ചിരുന്നതിന് ശേഷം ഓളതെടുത്തിട്ട് ഓവനിലൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ നാട്ടിലെത്തിയിട്ട് നമ്മളെ മത്തിമീൻ വെച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് നമ്മൾ. ഇത് ഓവനിലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം പുഡിങ്, കേക്ക് ഇതുപോലത്തെ ഐറ്റംസൊക്കെ നമ്മളെ നാത്തൂനും കുട്ടി ഉണ്ടാക്കും കേട്ടോ. മാഷാ അല്ലാഹ് അടിപൊളിയാണ്. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റാണ് കേട്ടോ ആൾ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ എന്തൊക്കെയോ ഐറ്റംസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ത്രില്ലായിട്ടുണ്ട് കേട്ടോ. ഇസുകുട്ടന് ഇതാണ് കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ മോനാണ് ഇട്ടത്. അപ്പോൾ ഓനക്ക് കുട്ടികളെയൊക്കെ കണ്ടിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഭയങ്കര ത്രില്ലായിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ടോയ്സും ഓന് അലമ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓലെ കണ്ടപ്പോൾ. പിന്നെ നമ്മൾ കുറച്ച് നേരം നാട്ടിലത്തെ പോലെ, നമ്മൾ നാട്ടിലാണ് കേട്ടോ സാധാരണ ഇതുപോലെ ഇങ്ങനെ കൂടിയിട്ടുള്ളത്. സൗദിയിൽ വന്നിട്ട് നമ്മൾ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് കൂടിയിട്ടില്ലാനും. എന്തായാലും മാഷാ അല്ലാഹ് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനൊക്കെ പറ്റി. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ ഇതുപോലെയൊക്കെ എല്ലാവരും കൂടുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ മാഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. മുഴുവനായി കാണാൻ മറക്കല്ലേ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കിട്ടോ. അപ്പോൾ നമ്മളെ ബ്രോ ഓഫീസ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് നമ്മളെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത് വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളെടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഭയങ്കര ആൾ കോമഡി കേട്ടോ. നമ്മളെല്ലാവരും കൂടിയ മാഷാ അല്ലാഹ് നല്ല രസമാണ് കേട്ടോ. നമ്മളെ വീട്ടിലും ഒക്കെ ആകുമ്പോൾ നല്ല രസം തന്നെയാണ്. അപ്പോൾ കിച്ചണിൽ നിന്ന് ഭയങ്കര സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ഊതെടുത്തിട്ട് പുകയിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ത്രില്ലാണ് കേട്ടോ ഈ ഒരു സംഭവം. എൻ്റെ അടുത്തുണ്ട് ഇത്, എൻ്റെ അടുത്ത് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസാണ് കേട്ടോ. ഇത് ഒന്ന് പുകയിച്ചപ്പോൾ നമ്മളെ വീട് മൊത്തം നല്ല സ്മെല്ലാണ് കേട്ടോ. അത് കുറച്ച് റേറ്റ് കൂടിയതാണോ എന്നൊരു ഡൗട്ടുണ്ട്. കാര്യം ഇതിൻ്റെ സ്മെല്ല് പ്രത്യേക ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ മൊത്തത്തിലുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇതുപോലെ ഇസുകുട്ടന് ആൻറ്റീസൊക്കെ വന്നിട്ട് ഭയങ്കര ത്രില്ലായിട്ടുണ്ട് കേട്ടോ. ഓനക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അറിയില്ല. ആ കാര്യം ഓൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഓനും കിട്ടിയിട്ടുള്ളത്. സാധാരണ ഓന് തൊട്ടടുത്തൊന്നും മലയാളീസ് ഇല്ല കേട്ടോ. അപ്പോൾ സൗദി കുട്ടികളായിട്ടുള്ള കമ്പനി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ഓനക്ക് റിതുവിനെയും കണ്ടപ്പോൾ ഭയങ്കര ത്രില്ലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിച്ചുവിന് ഇതുപോലെ ഇതിങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോകാനുള്ളൊരു ത്രില്ലുണ്ട് കേട്ടോ. അപ്പോൾ സെൻട്രാളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ് നല്ല സ്മെല്ലുണ്ടായിന് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന്. പിന്നെ നമ്മളെ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഞാനും ഇതുപോലത്തെ ഒരു ഈദിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഊതൊക്കെ പുകയ്ക്കാറുണ്ട് കേട്ടോ. നല്ലൊരു നമ്മളെ വീട്ടിൽ നല്ലൊരു എന്തോ ഒരു ഫീലാണ് കേട്ടോ. മാഷാ അല്ലാഹ് നെക്സ്റ്റ് നമ്മൾ ബിരിയാണി പോട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ജീരകശാല വെച്ചിട്ടുള്ള
അടിപൊളി ബിരിയാണിയാണ് കേട്ടോ, ബീഫ് ബിരിയാണി റെഡിയാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടത്, കണ്ടിട്ട് തന്നെ അറിയാം, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിതൊക്കെ ഒന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുണ്ട്, എല്ലാവരും നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഇതൊക്കെ സെറ്റിൽഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഐറ്റംസ് എന്താണെന്ന് നോക്കാം. മക്ബൂലാണ് കേട്ടോ, ചിക്കൻ മക്ബൂലാണ്. ഇത് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ നാട്ടിലെ പോലത്തെ വഴുതനങ്ങല്ലേ അത്, പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, പൊട്ടാറ്റോ, ചില്ലി, അടിപൊളി ഐറ്റംസ് എന്തൊക്കെയോ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആളുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. മാഷാ അല്ലാഹ്, അറബിക് ഫുഡാണ് കേട്ടത്. ഒരു അറബിക് റൈസാണ്, ഇതിൻ്റെ കൂടെ ചിക്കനാണ് ഇട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് തോന്നും ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മളിത് എല്ലാവരും കൂടിയിട്ടൊന്ന് സെറ്റാക്കി സെൻട്രലിൽ കൊണ്ടുപോയിട്ട് വെക്കുകയാണ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇസുക്കുട്ടന് ഭയങ്കര കുസൃതിയാണ് കേട്ടോ. മാഷാ അല്ലാഹ്, ഓന് നമ്മളെയൊക്കെ കണ്ടിട്ടായിരിക്കും ഭയങ്കരമായിട്ട് ഇതുണ്ട് കേട്ടോ. പിന്നെ ഒരു ഗാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും ഗ്രീൻ ചില്ലിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ ഗ്രില്ലഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിനി. അടിപൊളി ടേസ്റ്റ്, മാഷാ അല്ലാഹ്. പല റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഗ്രില്ലഡ് ചിക്കൻ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാം കേട്ടോ. ഈ ഫിഷ് കാണും പോലെ അല്ല കേട്ടോ, ഇത് നല്ല വെയിറ്റുള്ള ഫിഷ് തന്നെയാണ്. കാര്യം നല്ലോണം മീറ്റ് ഉണ്ട് കേട്ടോ ഇതിമേൽ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ. അപ്പോൾ നമ്മളെ ഫിഷിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഫൈനൽ ലുക്കാണ് കേട്ടോ ഈ കാണുന്നത്. മാക്സിമം നമ്മൾ എല്ലായിടത്തോളമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, അടിപൊളിയായിട്ടുണ്ടായിനി. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ പുഡിങ് എടുത്തിട്ടുണ്ടായി കേട്ടോ. ഇത് നമ്മളെ എന്താ പറയുക, കാരമലൈസ്ഡ് സാഫ്രോണും നട്ട്സൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു മിക്സ് ആക്കിയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. എന്താ പറയുക, അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടത് പുഡിങ്. പിന്നെ ഇതാണ് കേട്ടോ മൂത്താപ്പാൻ്റെ രണ്ടാമത്തെ മോനാണ്. നമ്മളെ കഴിഞ്ഞ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ 2 ഐറ്റംസ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കാരമലൈസ്ഡ് സാഫ്രോൺ പുഡിങ്ങും, പിന്നെ ഇത് ചോക്ലേറ്റ് വെച്ചിട്ടുള്ളൊരു ഐറ്റംസും ആണ് കേട്ടോ. ഇത് നമ്മളെ പൂമോൾ തന്നെ റെഡിയാക്കിയിട്ടുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടത്. പിന്നെ ഇസുക്കുട്ടനും അവൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട്
വഫ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായി കേട്ടോ. കാര്യം അവിടെ വഫയിൽ അടിപൊളി ഫ്ലേവറില്ല പല ഐറ്റംസ് കേക്കുകളും ഡൊനറ്റ്സ് അതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുമ്പൊരു ഷോപ്പിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്ക് കേട്ടോ. നല്ല ഫ്ലേവറും കാണാനും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പാർട്ടിക്കും ഫങ്ഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസിലെ പല ഡിസൈൻസിലും ടേസ്റ്റിലൊക്കെ ഉള്ള കേക്ക് നമ്മളവിടെ കണ്ടിട്ടുണ്ടായിട്ടോ. അന്ന് നമ്മൾ വാങ്ങിയിട്ടില്ലേനു, പക്ഷേ ഇന്ന് നമുക്കത് കിട്ടി, നമ്മൾ വേണമെന്ന് കരുതി കേട്ടോ. പക്ഷേ ഇത് ഒരു അടിപൊളി കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിനി, എല്ലാം അടിപൊളിയായിട്ടുണ്ട് മാഷാ അല്ലാ. അപ്പോൾ ഈ ഇസുക്കുട്ടനെ നമ്മൾ വന്നപ്പോൾ തന്നെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ തന്നെ ഈ കേക്ക് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കൂല എന്ന് പറഞ്ഞപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിനി. എന്തായാലും ഇത് കട്ട് ചെയ്ത് നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായി കേട്ടോ. നമ്മൾ ഇവിടുന്ന് പോയപ്പോൾ ഒരുപാട് നേരം ആയിട്ടുണ്ടായിന് കേട്ടോ. ഒരു 2-3 മണി സമയമൊക്കെ ആയിട്ടുണ്ടായിന്. പിന്നെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഈ ഒരു റൂമിൽ ഓപ്പൺ ടെറസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന് ഓപ്പൺ ടെറസ്. നല്ല കാറ്റും നല്ല വ്യൂ ഒക്കെ കിട്ടും കേട്ടോ രാത്രി ആകുമ്പോൾ. പിന്നെ ഇതിൽ ഇതുപോലെ കുട്ടികൾക്ക് ഇസുവിന് കളിക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞൂനും റിതുവിനും ഇത് കണ്ടിട്ട് ഇതുപോലെ തന്നെ കേട്ടോ ഒരു പോരുവോളം ഭയങ്കര ത്രില്ലായിട്ടുണ്ടായിനി. ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. പേഴ്സണലി നമ്മളെ അറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ നോക്കിയിട്ട് കമൻറ്റ് ബോക്സ് ഓഫാന്ന് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിട്ടോ. അത് ഞാൻ ഓഫാക്കണമല്ല കേട്ടോ, ഓട്ടോമാറ്റിക്കലി അത് ഈ കിഡ്സിൻ്റെതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഓഫാക്കലുണ്ട് കേട്ടോ. ഞാൻ ഓഫാക്കിയതല്ല, അത് ഓട്ടോമാറ്റിക്കലി തന്നെ ഓണാവും ചെയ്യും കേട്ടോ. അതാണ്. അപ്പോൾ ഡൗട്ട് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇസുക്കുട്ടന് ഇവർ പോരുകയാണിട്ട് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഒരു ഇങ്ങനെ ഭയങ്കര ത്രില്ലായിട്ട് ഇങ്ങനെ കളിച്ച് വരികയാണ്. എന്തായാലും നമ്മൾ മാഷാ അല്ലാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ മാഷാ അല്ലാ നമ്മൾ വീട്ടിലേക്ക് നമ്മളെ റൂമിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാ. എല്ലാവർക്കും ബായ്.